അപ്പൊ ഈശോനെ സ്വീകരിച്ചപ്പോ എന്താ സന്തോഷം തോന്നിയോ? എങ്ങനെയായിരുന്നു? ഒരു നാച്ചുറൽ സന്തോഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ ഇന്ന് നമ്മുടെ ഇടവക ദേവാലയമായിട്ടുള്ള മുണ്ടൂർ പരിസ്ഥ കർമ്മല മാതാവിന്റെ ദേവാലയത്തിൽ ആഘോഷകരമായിട്ടുള്ള പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവ്യബലി ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ഈശോയെ സ്വീകരിച്ചുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാ നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹായ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓ ഹാപ്പി അല്ലേ? അതെ, എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ഈശോനെ സ്വീകരിച്ച ഒരു എക്സ്പീരിയൻസ്? വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇന്ന് വേദിയിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ഈശോ ഇപ്പം എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് നല്ലൊരു ഈശോ ഉള്ളത് എനിക്ക് അറിയാം. അപ്പോൾ അതേ മനസ്സിലായി. പിന്നെ ഈശോ ഇപ്പം എനിക്ക് അങ്ങനെ സ്വീകരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. കുമ്പസാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുമ്പസാരം ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു ആശ്വാസം, നല്ല റിലീഫ് കിട്ടി. അപ്പൊ ഇന്നത്തെ കുർബാന സ്വീകരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സന്തോഷം തോന്നിയോ? അപ്പോ ഇന്ന് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോ എങ്ങനെയുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ? തയ്യാറെടുപ്പ് കുഴപ്പമില്ലായിരുന്നു. ഒരു മാസത്തോളം രാവിലെ കുർബാനയ്ക്ക് വന്ന് അതിന് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ കുമ്പസാരത്തിന് ഒരുങ്ങി അതിനുള്ളത് പഠിച്ച് കുമ്പസാരത്തിനുള്ളതൊക്കെ പഠിച്ച് പാപങ്ങളൊക്കെ എഴുതി ആ വൈദികനോട് ഏറ്റു പറഞ്ഞ് ഇന്ന് കുമ്പസാരിച്ചപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഈശോ ഉള്ളിലേക്ക് വന്നതിന്റെ ഒരു സന്തോഷം ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഇന്ന് ആ ഒരു കാത്തിരിപ്പിന് ഫലം ഉണ്ടായ ദിവസമാണ്. അപ്പൊ ഈശോനെ സ്വീകരിച്ചപ്പോ എന്താ സന്തോഷം തോന്നിയോ? എങ്ങനെയായിരുന്നു? ഒരു നാച്ചുറൽ സന്തോഷം, പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രത്യേക സന്തോഷം പോലെ. ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചപ്പോൾ മനസ്സിൽ വളരെയധികം സന്തോഷം ഉണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറെ നാൾ കാത്തിരുന്ന ഒരു ദിവസമാണെന്ന്. നല്ല എക്സ്പീരിയൻസ് ആയി തോന്നുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുറെ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈശോയെ സ്വീകരിക്കാൻ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് സന്തോഷമാണ്. ഉള്ളിൽ വന്നപ്പോ എങ്ങനെയുണ്ട്? സന്തോഷമല്ലേ? ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ മൂന്നാളും ഒരു വീട്ടിലെയാ? ട്രിപ്ലെക്സ് ആണോ? ഈശോയെ സ്വീകരിച്ചപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഈശോ സ്വീകരിച്ചപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് സ്വീകരിക്കാൻ നല്ല ഒരു ഹാപ്പിയാണ്. എനിക്ക് സ്വീകരിച്ചപ്പോൾ എന്താ പോലെ സന്തോഷമൊക്കെ തോന്നി. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. നന്നായിണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി ഈശോനെ സ്വീകരിച്ചു. നന്നായിണ്ടായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഈശോനെ സ്വീകരിച്ചപ്പോ എങ്ങനെയുണ്ട്? സന്തോഷം തോന്നിയോ? എന്താണ് ഫീൽ ചെയ്തത്? ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? സന്തോഷം, നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈശോനെ സ്വീകരിച്ചപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അതെ, അപ്പോൾ ഒരുപാട് പേരോട് താങ്ക്സ് ഒക്കെ പറയാനുണ്ടാവും. കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ ഇന്ന് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്? അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരുപാട് നന്ദി. സന്തോഷമായിരുന്നു. നല്ലൊരു സുഖം. അതെ, അപ്പോ ഇത്രയും നാള് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച പോലെ ആവില്ല ഇനി ഈശോനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധ കുർബാന. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്കൊക്കെ വരില്ലേ? കുറെ കാലമായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ട് ഈശോയെ സ്വീകരിക്കല്ലേ, അപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ അതെന്തൊക്കെയാണ്? ഈശോയെ സ്വീകരിക്കാൻ സന്തോഷം തോന്നി. എല്ലാ ദിവസവും ഞാൻ പള്ളിക്ക് വരും. ഈശോയെ സ്വീകരിക്കും. നല്ല കുട്ടിയായി ജീവിക്കും. അപ്പോൾ ഇനി ഒരു മൊമെന്റിൽ ഇവിടെ നിൽക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്ന ഉള്ളില്? ഈശോ വന്നൊരു ഫീലുണ്ട്. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര നാളായിട്ട് ഞാൻ ഇതിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അതിലൊക്കെ നല്ല സന്തോഷം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരോട് ഒരു നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവും അല്ലേ? ഒരുപാട് പേര് നമുക്ക് വേണ്ടി ഇതിന് പിന്നിൽ ഒരുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ പാരൻസ്, വീട്ടുകാരെല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. ഇതുവരെ ഞങ്ങളുമായി അനുഭവങ്ങൾ പങ്കുവച്ച എല്ലാ കുഞ്ഞുമക്കൾക്കും കാർമൽ മീഡിയ മുണ്ടൂരിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ കുഞ്ഞുമക്കളെ നമുക്ക് ഓർക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.